ഇറാനിലെ പരമോന്നത നേതാവ് ഇപ്പോൾ മുസ്തഫ ഖമേനിയാണ്, അയത്തുള്ള അലി ഖമേനിയുടെ മകൻ. പക്ഷേ ഈ മുസ്തഫ ഖമേനി ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഒരു ദുരൂഹത അവിടെ അവശേഷിക്കുകയാണ്. ഇയാൾക്ക് ഫെബ്രുവരി 28-ാം തീയതി അന്ന് നടന്ന അമേരിക്കയുടെ ആക്രമണത്തിലാണ് ഇയാളുടെ പിതാവ് കൊല്ലപ്പെട്ടത്, അയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടത്. അന്ന് ഇയാൾക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. അന്ന് മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം കുടുംബാംഗങ്ങൾ ജീവനോടിരുന്നുണ്ട്. ഒരേ ഒരാൾ മുസ്തഫ മാത്രമായിരുന്നു. ബാക്കിയുള്ള സകല ആൾക്കാരും കൊല്ലപ്പെട്ടു. ഭാര്യയും മക്കളും എല്ലാം കൊല്ലപ്പെട്ടു. പക്ഷേ അവിടെ വരുന്ന ചില ചോദ്യങ്ങൾ, ഈ മുസ്തഫ ഖമേനി കോമ സ്റ്റേജിലാണ് എന്നാണ് അന്നത്തെ ആ ദിവസങ്ങളിൽ തന്നെ വാർത്തകൾ പുറത്തു വന്നത്. അബോധാവസ്ഥയിലായി അദ്ദേഹം ഒന്നും അറിയുന്നില്ല. കോമ സ്റ്റേജ് നമുക്കറിയാമല്ലോ, നമ്മുടെ ഡെഡ് ബോഡിയിൽ നമ്മളിങ്ങനെ കിടക്കുന്നു, ജീവനുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പിന്നീട് ഇറാൻ ഇക്കാര്യം നിഷേധിക്കുകയാണ്. ഇറാൻ പറയുന്നു അങ്ങനെയൊന്നും അല്ല, അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടായിരുന്നു, വയറിന് പരിക്കുണ്ട്, കരളിന് പരിക്കേറ്റു, ഒരു കാല് നഷ്ടപ്പെട്ടു എന്നൊക്കെ ഉള്ള രീതിയിൽ ആദ്യം വാർത്ത വന്നിരുന്നു. പിന്നീട് പറഞ്ഞത് അങ്ങനെ ഒന്നുമല്ല, അദ്ദേഹം ആരോഗ്യവാനാണെന്ന് മാത്രവുമല്ല, നിരന്തരമായി ഈ മുസ്തഫ ഖമേനിയുടെ പേരിൽ പ്രസ്താവനകളും പുറത്തു വരാൻ തുടങ്ങി. പേരിൽ മുസ്തഫ അല്ല ഈ പറഞ്ഞതായിട്ടൊന്നും വന്നിട്ടില്ല. അതാണ് അവിടെയാണ് ചോദ്യം. മുസ്തഫ ഖമേനി പേരിൽ വരുന്ന ഈ പോസ്റ്റുകൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളൊന്നും തന്നെ മുസ്തഫയുടെ ആയിരുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം തൻ്റെ പിതാവിൻ്റെ, അതായത് അയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങ് നടന്ന കഴിഞ്ഞ മാസമാണല്ലോ. ഇത്രയും മാസം കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാരം നടന്നത്. അവിടെ ഇയാൾ വരുമോ എന്ന് പലരും സംശയിച്ചിരുന്നു. പുള്ളി വന്നില്ല. സ്വന്തം പിതാവിൻ്റെ അന്നേ എല്ലാവർക്കും വലിയ സംശയം ഉണ്ടായിരുന്നു, ഇയാൾ അതീവ ഗുരുതരാവസ്ഥയിലാണോ, ഇയാൾ ജീവിച്ചിരിപ്പുണ്ടെന്നൊന്നും ഇപ്പോഴും സംശയമാണ്. നമ്മളിത് പറയുന്ന കൂട്ടത്തിൽ നമ്മൾ ഈ IS ഭീകരർ പോലും മറ്റേ വീഡിയോ ചിത്രീകരിച്ച് എവിടെയാണ് എന്താണെന്ന് അറിയാത്ത രീതിയിൽ വീഡിയോ ചിത്രീകരിച്ചുകൊണ്ട് ആണ് അവർ കാര്യങ്ങൾ പണ്ട് നീക്കിക്കൊണ്ടിരുന്നത്. ഇവിടെ ഇത്രയും വലിയൊരു പരമോന്നത നേതാവ് ജീവനോടുണ്ടോ എന്ന് തെളിയിക്കാൻ നിസ്സാരം അങ്ങനെ ഒരു വീഡിയോ ചിത്രീകരണമെങ്കിലും മതിയായിരുന്നു. വീഡിയോ ഓഡിയോ ഇല്ല, ഇനി വീഡിയോ ആണെങ്കിൽ ഓഡിയോ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആദ്യം കിട്ടിയ റിപ്പോർട്ട് കറക്റ്റാണ്, ഇയാൾ കോമ സ്റ്റേജിൽ തന്നെയാണ് കിടന്നിരുന്നത്. അവിടെ ഇപ്പോൾ ഇറാനിലെ വിഷയം നമുക്കറിയാം. ഇറാനിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അവിടുത്തെ IRGC ആണ്, ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് എന്ന അവിടുത്തെ സൈന്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് IRGC. അവരാണ് എല്ലാ കാര്യം തീരുമാനിക്കുന്നത്. പിന്നെ പെഷസ്കിയാൻ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള പ്രസിഡന്റിന് അവിടെ യാതൊരു അധികാരവും ഇല്ല. അത് നേരത്തെ സ്റ്റാമ്പാണ്. അത് നേരത്തെ ഉണ്ടായിരുന്ന മറ്റേ അയത്തുള്ള അലി ഖമേനി ഉള്ളപ്പോഴും ഇത് തന്നെയാണ് അവസ്ഥ. അത് അവിടെ ആര് പ്രസിഡന്റ് ആയാലും ഇത് തന്നെയാണ് അവസ്ഥ. നെജാദിനാണ് ഒരു പരിധി വരെയെങ്കിലും കുറച്ചൊരു പവർ ഉണ്ടായിരുന്നത്. പക്ഷെ അദ്ദേഹത്തെ ഇപ്പോൾ വീട്ടുടങ്ങിലാക്കിയിരിക്കുകയാണ്. കാരണം നെജാദ് മൊസാദിൻ്റെ ചാരനായിരുന്നു എന്നാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. പിന്നെ നമ്മളൊന്നും കേട്ടിട്ടില്ല. നെജാദിനെ വീട്ടുടങ്ങിലാക്കി എന്ന് വാർത്ത പുറത്തുനിന്നും അല്ല, നമ്മളൊന്നും കേട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഇന്നിപ്പോൾ പുറത്തു വരുന്ന വാർത്ത മുസ്തഫ ഖമേനി അതീവ ഗുരുതരാവസ്ഥയിലാണ് എന്നാണ്. അത് ഇറാൻ അനുകൂല മാധ്യമമാണ് ഈ വിവരം പുറത്തുവിട്ടത് എന്നുള്ളതാണ് കാര്യം കുറച്ചുകൂടി ഗൗരവത്തോടെ ചിന്തിപ്പിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അതിൽ തന്നെ നമ്മൾ ഇത് പറയുമ്പോൾ വേറൊരു കാര്യം ചിന്തിക്കണം. നമ്മൾ ഈ ഇസ്രയേൽ മുൻപ് ഇതുപോലെ ഓരോ ആരോപണമല്ല, അവരിതുപോലെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ആദ്യം ഘട്ടത്തിൽ ഇത് ഇറാൻ അല്ലെങ്കിൽ നമ്മുടെ ഹമാസിന്റെ ആണെങ്കിലും ഇവർ നിഷേധിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു. നേതാക്കൾ കൊല്ലപ്പെട്ടത് ആദ്യം അവർ സ്ഥിരീകരിക്കും. അതെ, ഈ പറഞ്ഞ രണ്ടിടത്തും ഇത്തരത്തിലൊരു നിഷേധിക്കുന്ന രീതിയിലായിരുന്നു ആദ്യം പ്രതികരിച്ചിരുന്നത്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞതാണ് ശരി എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഇവിടെയാണെങ്കിലും മുസ്തഫ കൊല്ലപ്പെട്ടിട്ടുണ്ടാകാം, സീരിയസ് ആണ് എന്നുള്ള രീതിയിൽ ഇസ്രയേൽ തന്നെ മുൻപ് തന്നെ വ്യക്തമാക്കിയിരുന്നു. അന്നൊക്കെ പക്ഷേ അതിനെ പൂർണ്ണമായിട്ട് തള്ളിക്കളയുന്ന രീതിയിലായിരുന്നു അവരുടെ ഭാഗത്തുനിന്ന് ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്ന പ്രതികരണങ്ങളൊക്കെ തന്നെ. മാത്രമല്ല ഇന്നലെ നമ്മളെ കൊടുത്ത റിപ്പോർട്ടാണ്, ഇപ്പോൾ അമേരിക്കയും ഇറാനുമായിട്ടുള്ള ഫൈറ്റ് ഇങ്ങനെ തുടരുകയാണ്. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ അങ്ങനെ ഏറ്റവും കൂടുതൽ ഉണ്ടായില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഇപ്പോഴും അവിടെ സ്ഥിതി നിലനിൽക്കുക തന്നെയാണ്. ഇതിനിടയിൽ കൂടെ ഇറാൻ ചെയ്യുന്ന വേറെ പ്രധാനപ്പെട്ട കാര്യം, അവരുടെ കഴിഞ്ഞ ജനുവരി മാസത്തിൻ്റെ ജനകീയ പ്രക്ഷോഭം ഉണ്ടല്ലോ, ഇതുമായി ബന്ധപ്പെട്ട് നിരന്തരം ആളെ തൂക്കിക്കൊല്ലുകയാണെന്നാണ് ഇതിൻ്റെ മറവിൽ. എല്ലാവരും യുദ്ധത്തെക്കുറിച്ചല്ലേ ചിന്തിക്കുള്ളൂ. അപ്പോൾ ഈ കഴിഞ്ഞ ജൂലൈ 28-ാം തീയതി 2 ചെറുപ്പക്കാരെ ഈ പ്രക്ഷോഭം ബന്ധപ്പെട്ട് പോയി തൂക്കിക്കൊന്നു. എന്നിട്ട് അതിൻ്റെ തൊട്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ വേറൊരു ചെറുപ്പക്കാരനെ തൂക്കിക്കൊന്നിട്ട് അയാളെ സാധാരണ തൂക്കിക്കൊല്ലുമ്പോൾ വീട്ടുകാർ വിവരം അറിയിക്കും. പക്ഷേ ഇത് വീട്ടുകാരെ അറിയിച്ചിട്ടില്ല. നിങ്ങളെ മോനെ തൂക്കിക്കൊന്നിട്ടുണ്ട്, വന്ന് ബോഡി കൊണ്ടുപോയി കൊള്ളാൻ പറഞ്ഞ് അവിടെ നിന്ന് മെസ്സേജ് വന്നപ്പോഴാണ് വീട്ടുകാർ പോലും അറിയുന്നതെന്നാണ്. അപ്പോൾ ഇവർ അന്നത്തെ കലാപം നടന്നതിന് ശേഷം ഏതാണ്ട് 30 പേരെങ്കിലും തൂക്കിക്കൊന്നാണ് പറയപ്പെടുന്നത് ഇതിന്റെ പേരിൽ. ഇതൊന്നും പക്ഷേ നമ്മൾ ഇപ്പോൾ ഈ വീഡിയോയിൽ ഇത് പറയുമ്പോൾ നമ്മുടെ കമന്റ് ബോക്സിന് താഴെ വന്ന് ഇറാൻ ഫാൻസുകാരെ ഇത് അനുകൂലിക്കാൻ അല്ലെങ്കിൽ ഇത് അംഗീകരിച്ചു തരാൻ പോലും അവർ സാധിക്കില്ല. പക്ഷേ ഇത് ഇറാനിലെ മാധ്യമങ്ങൾ അതിനെ പറയാണ്ട്. ഇറാനിലെ തന്നെ സർക്കാർ വിരുദ്ധ മാധ്യമങ്ങളുണ്ടല്ലോ അവിടെ. എന്നാലും ഇറാൻ നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചോളം ഇറാൻ നമ്മുടെ ശത്രു രാജ്യമൊന്നുമല്ല നമുക്ക്. പക്ഷെ അവർ അവിടെ ചെയ്യുന്നത് അവർ വല്ലാത്ത രീതിയിൽ വളരെ ക്രൂരമായ രീതിയിലുള്ള പല ശിക്ഷാ നടപടികളും അവിടെ ചെയ്യുന്നു. മനുഷ്യത്വരഹിതമായിട്ടുള്ളത് പലതും ഇപ്പോൾ തൂക്കിക്കൊല്ല നമ്മളെ രാജ്യത്താണെങ്കിലും മറ്റു പല രാജ്യങ്ങളിലും
അമേരിക്കയിലെ ഇലക്ട്രിക് ചെയർ ആണെന്ന് കേട്ടിട്ടുണ്ട്. ഇവിടെ നമ്മൾ തൂക്കുമരമാണ് പല രാജ്യങ്ങളും ഉപയോഗിക്കുന്നത്. നമ്മളിവിടെ ശിക്ഷ അത്തരത്തിൽ വധശിക്ഷ നടപ്പിലാക്കുന്നത് ചെയ്ത കുറ്റത്തിൻ്റെ കുറ്റത്തിന്റെ കാഠിന്യം അനുസരിച്ചായിരിക്കും നമ്മൾ ശിക്ഷ നടപ്പാക്കുക. പക്ഷേ ഗവൺമെന്റിനെതിരെ പ്രതിഷേധം നടത്തി എന്ന് പറഞ്ഞ് വധശിക്ഷ നടപ്പിലാക്കുക എന്ന് പറഞ്ഞാൽ എത്രത്തോളം വിചിത്രമാണ്. ഇപ്പോൾ നമ്മൾ റോഡിലിറങ്ങി ഗതാഗതം സ്തംഭിപ്പിക്കുക, കരിങ്കൊടി കാണിക്കുക, നമ്മളെ പിണറായി മറ്റേ അന്ന് പണ്ട് ചെടിച്ചെടി തലക്കടിച്ച് പട്ടിക്ക് ആളിനെ വിട്ടതുപോലെ അതിന് വേറെ പതിപ്പാണിത്. നിസ്സാര സമരം ചെയ്താൽ പോലും അവൻ്റെ പേരിൽ അപ്പോഴും ഈ കോടതിയെ കൊണ്ടുചെന്നാൽ വിചാരണ ഒന്നുമില്ല. കോടതി കൊണ്ടുവന്ന് നിർത്തുന്ന അവിടെ ജഡ്ജി പറയുന്നു, കുറ്റപത്രം വായിക്കുന്നു, തൂക്കിക്കൊല്ല മതിക്കുന്നു. മാത്രമല്ല ഈ തൂക്കിക്കൊല പോലും വളരെ പ്രാകൃതമാണ്. നേരത്തെ പറഞ്ഞ പോലെ ഈ മറ്റു രാജ്യങ്ങൾ തൂക്കുമരമാണ് ഉപയോഗിക്കുന്നത്. ഏതാണ്ട് 20 സെക്കൻഡോ മറ്റോ കൊണ്ട് ഈ മനുഷ്യൻ അതങ്ങ് ആ താഴ്ത്ത തൂക്കുമരത്തുമ്പോൾ നിർത്തിയിട്ടുള്ള ആ താഴ്ത്തള നമ്മുടെ താഴ്ത്തട്ടങ്ങ് മാറ്റുമ്പോഴേ നമ്മൾ മരിക്കുന്നു. സെക്കൻഡുകൾ മതി. ഇതങ്ങനെയല്ല, ക്രെയിനിൽ കെട്ടി തൂക്കിയാണ് ആളെ കൊല്ലുന്നത്. ക്രെയിൻ കൊണ്ട് പരസ്യമായിട്ട് ജയിലിൻ്റെ പുറത്ത് പ്രത്യേകം തയ്യാറാക്കി ആ നാട്ടുകാരെല്ലാം വിളിച്ചു കൂട്ടി അറിയിച്ചിട്ട് നാട്ടുകാർ മുഴുവൻ മുന്നിൽ വെച്ചാണ് ചെയ്യുന്നത്. ഒരു അരമണിക്കൂറോളം സമയമെടുത്താണ് ഈ മനുഷ്യനെ ഓരോരുത്തരെയും കൊല്ലുന്നതെന്നാണ്. കാരണം ഇഞ്ചിൻ ചാറ്റ് കൊല്ലുക എന്നുള്ളത് നമുക്ക് കേട്ടിട്ടില്ലാത്ത ശിക്ഷാവിധികളാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഇതൊക്കെ തന്നെ ഇപ്പോഴും നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. ഇതിൻ്റെ എല്ലാം പിന്നിൽ IRGC തന്നെയാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ ഇപ്പോൾ പുതുതായിട്ട് വന്ന റിപ്പോർട്ട് പ്രകാരം മൊജ്തബയെ കുറിച്ച് അതായത് അദ്ദേഹം ഇപ്പോൾ വളരെ സീരിയസ് ആണെന്നുള്ള രീതിയിൽ പ്രതികരണം നടത്തിയിരിക്കുന്നത് അവിടുത്തെ പ്രസിഡന്റ് പെസഷ്കിയാൻ തന്നെയാണെന്നുള്ളതാണ് വാർത്തകൾ വന്നത്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മരണ വാർത്തയ്ക്ക് വേണ്ടി അവിടുത്തെ നേതാക്കൾ കാത്തിരിക്കുകയാണെന്നുള്ള തരത്തിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അല്ല, ഈ പ്രമുഖർ മരിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, പെട്ടെന്ന് അവർ സ്വാഭാവിക മരണം, അവർ ഈ പറഞ്ഞ അപകടത്തിലല്ല മരിക്കുന്നതെങ്കിൽ ആ മരണം സ്ഥിരീകരിക്കാൻ സമയമെടുക്കും. കാരണം പിന്നെ അതിൻ്റെ ഒരുപാട് ഔപചാരികതകളുണ്ട്. മാത്രമല്ല ഇനി ഇവരെ സംസ്കരിക്കണം എന്നൊന്നും വരെ തീരുമാനിക്കേണ്ടി വരും. മാത്രമല്ല ഇവിടെ വേറൊരു കാര്യം, പ്രത്യേകിച്ച് ഈ ഒരു യുദ്ധഘട്ടത്തിൽ ഇറാനെ സംബന്ധിച്ച് അവരുടെ പരമോന്നത നേതാവ് ഇപ്പോൾ നിലവിലുള്ള ഒരാളും കൂടി കൊല്ലപ്പെടുക എന്ന് മരിച്ചു പോകുക എന്ന് പറയുന്നത് പിന്നെ അവരുടെ എന്താ ഒരു കൺട്രോൾ ചെയ്യാൻ ആളില്ലാത്ത അവസ്ഥയിലേക്ക് എത്തും. അത് അവരെ അവിടുത്തെ ഭരണ സംവിധാനത്തിനുള്ളിൽ അതൊരു വലിയ ഉണ്ടാക്കും ഉറപ്പാണ്. മാത്രമല്ല അമേരിക്കയിലും തക്കം പാർത്തിരിക്കുകയാണ്. ഇവിടെ ഒരു ജനകീയ മുന്നേറ്റം കൊണ്ടുവന്ന് ഈ അവിടുത്തെ മത ഭരണകൂടത്തെ പുറത്താക്കാനുള്ള നീക്കം നടത്തും. കാരണം ഇപ്പം നിലവിലുള്ള ഈ മുസ്തഫ ഖമേനി എന്ന് വല്ലപ്പോഴാണെങ്കിൽ ഇനി ആരെ മതനേതാവ് പിൻഗാമിയാക്കും എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഈ അയത്തുള്ള അലി ഖമേനി ജീവിച്ചിരുന്ന സമയത്തിന് അദ്ദേഹത്തിന് തൻ്റെ മക്കളെ ആരും പിൻഗാമിയാക്കാൻ താല്പര്യമില്ലായിരുന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ പക്ഷേ ഇവർ പിൻഗാമിയാക്കി. പക്ഷേ പിൻഗാമിയാക്കുമ്പോഴും അന്ന് പറഞ്ഞിരുന്നൊരു കാര്യം, ഇദ്ദേഹത്തിൻ്റെ ആരോഗ്യാവസ്ഥ എന്താണെന്ന് ആർക്കും അറിയില്ല എന്നുള്ളത് തന്നെയായിരുന്നു. ഒരുപക്ഷെ ജനങ്ങളുടെയൊക്കെ ഒരു പ്രീതി പിടിച്ചു പറ്റാൻ അന്താരാഷ്ട്ര തലത്തിലൊക്കെ തന്നെ ഞങ്ങൾക്ക് ഇപ്പോഴും ഇവിടെ ആളുണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി IRGC ഒരുക്കിയ ഒരു പദ്ധതിയായിരുന്നോ ഇതെന്ന് സ്വാഭാവികമായും നമ്മൾ സംശയിക്കേണ്ടി വരും. പക്ഷേ ഇപ്പോൾ ഒരുപക്ഷെ ഇന്ന് തന്നെ ഇത് സംബന്ധിച്ച വാർത്ത പുറത്തു വരാനാണ് സാധ്യത. കാരണം ഇറാനിലെ മാധ്യമങ്ങൾ പോലും പറയുന്നു, അന്താരാഷ്ട്ര മാധ്യമങ്ങളിലത് ഏറ്റുപിടിച്ചിരിക്കുന്നു. അതുപോലെ പെസഷ്കിയാന് അവിടുത്തെ ഭരണാധികാരികളുമായി ചർച്ച നടത്തി എന്ന് പറയുന്നതാണ് വാർത്തകൾ, ഏറ്റവും ഒടുവിലായിട്ടുള്ള വാർത്തകൾ വന്നിരിക്കുന്നത്. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പം അദ്ദേഹം അന്തരിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ആ സംസ്കാര ചടങ്ങ് നടത്തണം സർക്കാർ തീരുമാനിക്കേണ്ടി വരും, അവിടുത്തെ ഭരണകൂടം തീരുമാനിക്കേണ്ടി വരും. ഇതിന് ഇപ്പോൾ പെട്ടെന്ന് അങ്ങനെ അടക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ലോക നേതാക്കളെല്ലാവരും വരില്ല, ഒരുപാട് ലോകരാഷ്ട്രങ്ങളുടെ നേതാക്കളൊക്കെ. ലോക നേതാക്കൾ പറയുന്ന അതിനേക്കാൾ വളരെ ലളിതമായിട്ട് വേണമെങ്കിൽ നമുക്ക് തൊട്ടടുത്ത സംസ്ഥാനം തമിഴ്നാട്ടിലെ ഒരു സാഹചര്യം തന്നെ നമുക്കൊന്ന് പറഞ്ഞു പോകാന്നല്ലേ. ജയലളിത മരിച്ച സമയത്ത് ഇതുപോലെ തന്നെ സൈന്യത്തെ ഇറക്കുന്നു. അത്തരത്തിൽ അവർ അതിന് വലിയ ക്രമീകരണങ്ങൾ പ്രശ്നമുള്ളത് ഇന്ത്യയിൽ ഇത്രയും വൈകാരികമായി പ്രതികരിക്കുന്ന ജനത മറ്റെങ്ങുമില്ല. ഇപ്പം അണ്ണാദുരൈ മരിച്ചപ്പോൾ എത്ര പേര് ആത്മാഹൂതി നടത്തി, MGR മരിച്ചപ്പോൾ ആത്മാഹൂതി നടത്തി, ജയലളിത മരിച്ചപ്പോൾ പലരും ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിനൊക്കെയുള്ള തയ്യാറെടുപ്പ് നടത്തിയിട്ട് വേണം ഇത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കാനുള്ളത്. ഇറാനിൽ ഒരുപക്ഷെ ഇപ്പോൾ അവർ നേരിടുന്ന പ്രശ്നം അത് തന്നെ ആയിരിക്കാം. മാത്രമല്ല അവർ വല്ല ഭയത്തിലായിരിക്കാം. കാരണം ഇത് പ്രഖ്യാപനം വന്ന് അതിന് തൊട്ട് പിന്നാലെ എങ്ങാനും അമേരിക്ക വീണ്ടും ആക്രമിക്കാനും വരുമോ എന്നുള്ള ഭയം ഇസ്രായേലിനായിരിക്കും അവർ കൂടുതൽ പേടിയുള്ളത്. അവർ ഇപ്പം നജാദിനെ വീട്ടിറങ്ങിലാക്കിയിരിക്കുന്നു എന്ന് പറയുന്നു. ഇവർ അധികാരം പിടിച്ചെടുത്തിട്ട് നജാദിനെ പ്രസിഡന്റ് ആക്കിയാലോ, അങ്ങനെ സാധ്യതയുണ്ടല്ലോ. നജാദിനെ ഇവർ വീട്ടിറങ്ങിലാക്കിയത് വേറൊരു വശം. പക്ഷേ അമേരിക്കയ്ക്കും ഇസ്രായേലിനും തോന്നിയാൽ നജാദാണ് ഞങ്ങൾക്ക് തൽക്കാലത്തേക്ക് ഒരു വിശ്വസ്തനെന്ന് തോന്നിയാൽ അങ്ങനെ ഒരു ഭരണകൂടം അവിടെ വരികയും ഈ മതഭരണകൂടത്തെ എടുത്ത് വെളിയിൽ കളയുകയും ചെയ്താൽ അവിടുത്തെ ജനങ്ങൾക്കിത് മതഭരണകൂടത്തോട് അത്ര പ്രതിപത്തി ഇല്ല എന്നുള്ളത് സത്യമാണ്. ഇപ്പം പിന്നെ തൽക്കാലം അവർ വേറെ നിവർത്തിയില്ലാത്തതുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ്. നമ്മൾ ഈ പറയുന്ന പോയിന്റ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ പറയുന്ന പ്രതിബദ്ധത ഇല്ല എന്നുള്ള പോയിന്റുകളൊന്നും ചിലരൊന്നും അംഗീകരിച്ച് തരത്തില്ല. മാത്രമല്ല നമ്മളിത് പറയുമ്പോൾ നമ്മളെ തെറി വിളിക്കാനായിരിക്കും അവർ സ്വാഭാവികം മാത്രം. അല്ല എങ്കിൽ പോലും എന്തോ സംഭവിച്ചിട്ടുണ്ട് ഇറാനിൽ എന്നുള്ളത് ഉറപ്പാണ്. മുസ്തഫ ഖമേനിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ച് കുറേ നാളുകൾ ചെല്ലുമ്പോഴായിരിക്കും അതിൻ്റെ യഥാർത്ഥ വസ്തുതകൾ എന്താണെന്നുള്ള കാര്യം പുറത്തു വരുന്നത്. ഇപ്പോഴും അദ്ദേഹം ജീവനോടുണ്ടോ എന്നൊരു ചോദ്യം. അതാണ് ചോദ്യം. കോമാ സ്റ്റേജിൽ ഒരു മനുഷ്യൻ കോമാ സ്റ്റേജിലായി പോകുക എന്ന് പറഞ്ഞാൽ തന്നെ അദ്ദേഹം
പിന്നെ ജീവിച്ചിരിപ്പുണ്ട ഇല്ലാത്തതിന് തുല്യമായിട്ടുള്ളൊരവസ്ഥയാണ്. അങ്ങനെ തന്നെ ആയിരുന്നിരിക്കാനാണ് സാധ്യത എന്നാണ് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത്. അതല്ലെങ്കിൽ ഇത്രയും നാളായിട്ടും അദ്ദേഹം ഒന്നും പിതാവിൻ്റെ സംസ്കാരം ചടങ്ങിൽ പങ്കെടുത്തില്ല. അദ്ദേഹം ടെലിവിഷനിലോ അല്ലെങ്കിൽ റേഡിയോയിലോ ഒന്നും തന്നെ വന്ന് അദ്ദേഹത്തിൻ്റെ ഒരു മാത്രമല്ല രാജ്യം ഇത്രയധികം പ്രതിസന്ധി ഘട്ടത്തിൽ അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ ഇറാൻ ഇത്രയധികം പ്രതിസന്ധി ഘട്ടത്തിലൂടെയും കടന്നു പോകുന്നു. അപ്പോഴും പുറത്തു വന്നിട്ടില്ല. നേതാവില്ലാത്ത ഒരു രാജ്യമായി ഇറാനിലെ പ്രസിഡന്റ് അവിടെ ഇതൊക്കെ ഉണ്ടെങ്കിൽ മന്ത്രിസഭയൊക്കെ ഉണ്ടെങ്കിലും അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ പരമോന്നത നേതാവാണ് എല്ലായ്പ്പോഴും. പക്ഷെ അതിനെന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. ഒരുപക്ഷെ ഇന്നോ നാളെയോ തന്നെ ഇത് സംബന്ധിച്ച് ഔദ്യോഗിക സ്ഥിരീകരണം വരാൻ തന്നെയാണ് സാധ്യത. ചിലപ്പോൾ ആ യുദ്ധം ഇപ്പോൾ തൽക്കാലം യുദ്ധവും നടക്കുന്നില്ലല്ലോ, ഏറ്റുമുട്ടലൊന്നും ഈ ദിവസങ്ങളിൽ സംഭവിച്ചിട്ടുമില്ലല്ലോ. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഏതാണ്ട് കുറച്ചൊരു സമാധാന പാതയിൽ ഇപ്പോൾ ഇറാൻ മുന്നോട്ട് പോകുന്നത്.